അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എല്ലാ ഓട്ടോമോർഫിസം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫീൽഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിൻ്റെ എല്ലാ ഓട്ടോമോർഫിസം എടുത്തിട്ടുണ്ട് എങ്കിലും ഹലോ ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ ഹലോ ഓക്കെ. അപ്പം എല്ലാ ഓട്ടോമോർഫിസവും ഈയിലുള്ള എല്ലാ ഓട്ടോമോർഫിസവും എടുത്തിട്ടുണ്ട് എങ്കിലും അതെന്താണ് ഗ്രൂപ്പാണ് നമ്മൾ പഠിച്ചു. അല്ലേ? നമ്മൾ ഗ്രൂപ്പാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു തിയറാണ്. അതായത് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇ എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ്, എഫ് എന്ന് പറയുന്നത് അതിൻ്റെ സബ് ഫീൽഡുമാണ്. ഏതിൻ്റെ? ഇ എന്ന് പറയുന്ന ഫീൽഡിൻ്റെ സബ് ഫീൽഡാണ്. അങ്ങനെയാണ് എങ്കിൽ സെറ്റ് ജി ഓഫ് ഇ ഓവർ എഫ്, പ്രത്യേകം ശ്രദ്ധിക്കുക, സെറ്റ് ജി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണെന്നുള്ളതാണ്. അതായത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ജി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ എല്ലാ ഓട്ടോമോർഫിസവുമാണ്. എങ്ങനത്തെ ഓട്ടോമോർഫിസമാണ്? എഫ് എന്ന് പറയുന്നത് എന്താണ്? ഈൻ്റെ സബ് ഫീൽഡാണ്. ഈയിലുള്ള എല്ലാ ഓട്ടോമോർഫിസവും എന്തിനെ ഫിക്സ് ചെയ്യും? എഫിനെ ഫിക്സ് ചെയ്യുന്ന എല്ലാ ഓട്ടോമോർഫിസവുമാണ് എന്ത് പറയുന്നത്? ജി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇയാളെയാണ് നമ്മൾ ഗാൽവാസ് ഫീൽഡ് അല്ലെങ്കിൽ ഗാൽവാസ് ഗ്രൂപ്പ് എന്ന് പറയും. ഗാൽവാസ് ഫീൽഡ് അല്ല, ഗാൽവാസ് ഗ്രൂപ്പ് എന്ന് പറയാം. പിന്നെ നമ്മൾ ഗാൽവാസ് ഫീൽഡിനെ പറ്റി പറയാണ്ട്. അപ്പോൾ ഗാൽവാസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ കുഞ്ഞാപ്പുകളെയാണ്, അതായത് സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ഓഫ് ഇ ലീവിങ് എഫ് ഫിക്സഡ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഓട്ടോമോർഫിസം ഓഫ് ഇ ടു ഇ ആണ്. ഇത് ജി ഓഫ് ഇ ഓവർ എഫിൽ ഉണ്ടാകുക. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എഫിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്താലും അങ്ങനെയാണെങ്കിൽ സിഗ്മ ഓഫ് എ ഈക്വൽ ടു എന്തായിരിക്കും? എ തന്നെ ഫിക്സ് ചെയ്യുക. അങ്ങനെയുള്ള എല്ലാ എലമെൻറ്റും ഫോർ ഓൾ എ ബിലോങ്സ് ടു എഫ്, എഫിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്താലും അങ്ങനെയുള്ള സിഗ്മകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കളക്ഷൻ, ആ കളക്ഷൻ എന്തായിരിക്കും? സബ് ഗ്രൂപ്പാണ്. എന്ത്? ഗ്രൂപ്പ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം. നമ്മൾ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്തിരുന്നു ഗ്രൂപ്പ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ സബ് ഗ്രൂപ്പാണ് എന്ന് പ്രൂവ് ചെയ്യണം. അത് മാത്രമല്ല, എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സഫിക്സ് ജി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഈ സഫിക്സ് സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈയിലുള്ള എല്ലാ എലമെൻറ്റുകളും എങ്ങനത്തെ എലമെൻറ്റുകളാണ്? ഈയിലുള്ള എല്ലാ എലമെൻറ്റുകളും എങ്ങനത്തെ എലമെൻറ്റുകളാണ്? സിഗ്മ ഓഫ് ആൽഫ ഈക്വൽ ടു തന്നെ ആവുക, ആൽഫ തന്നെ ആവുക അല്ലേ? ആ എലമെൻ്റ് തന്നെ ആവുന്ന എലമെൻറ്റിന് അങ്ങനത്തെ കളക്ഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്? അങ്ങനത്തെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ സഫിക്സ് സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഫിക്സ് ജി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇതിലുള്ള എല്ലാ എലമെൻറ്റുകളും ഇല്ലേ, ജി ഓഫ് ഇ ഓവർ എഫ്, എഫിലുള്ള എല്ലാ എലമെൻ്റ് അല്ലെങ്കിൽ ഓട്ടോമോർഫിസം എടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈൻ്റെ മുകളിൽ ചെയ്താൽ, അപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ എന്ത് പറയും നമുക്ക്? സെറ്റ് ഓഫ് ഓൾ ആൽഫ സച്ച് ദാറ്റ് സിഗ്മ ഓഫ് ആൽഫ ഈക്വൽ ടു ആൽഫ ആൻഡ് ഈ ആൽഫ എവിടെയാണ്? ഈയിലുള്ള എലമെൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സിഗ്മ ബിലോങ്സ് ടു ജി ഓഫ് ഇ ഓവർ എഫ്.
എങ്ങനെയാണ് എങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഏതിന്റെ സബ് ഫീൽഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം ഈ സിഗ്മ എന്താണ്, സബ് ഫീൽഡ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എഫ് എന്താണ്, സബ് ഫീൽഡ് ആണ് ഈ സഫിക്സ് ജി ഓഫ് ഇ ഓവർ എഫ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? അതായത് സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ലീവ് എഫ് ഫിക്സഡ് എന്ന് പറയുന്നത് ഒരു സബ് ഗ്രൂപ്പ് ആണെന്നും, അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്ന ഫീൽഡ് ഈ സഫിക്സ് ജി ഓഫ് ഇ ഓവർ എഫിന്റെ സബ് ഫീൽഡ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ജി ഓഫ് ഇ ഓവർ എഫ് എന്താണ്, ഗ്രൂപ്പാണ്, സബ് ഗ്രൂപ്പാണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഗ്രൂപ്പാണോ സബ് ഗ്രൂപ്പാണ് എങ്കിൽ ഇത് എന്തിൻ്റെ സബ് ഗ്രൂപ്പാണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസത്തിൻ്റെ സബ് ഗ്രൂപ്പാണ് എന്ന് പ്രൂവ് ചെയ്താൽ സിഗ്മയിലുള്ള 2 എലമെൻറ്റുകൾ ഞാൻ എടുക്കുകയാണ്. ലെറ്റ് സിഗ്മയും ടോയും എടുത്തു. ഏതിലുള്ള എലമെൻ്റാണ്, ജി ഓഫ് ഇ ഓവർ എഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ബൈ ദി ഡെഫിനിഷൻ പ്രകാരം സിഗ്മ ഓഫ് എ ഈക്വൽ ടു എ ആണ്. ഫോർ ഓൾ എ ബിലോങ്സ് ടു എഫിലുള്ള ഏത് എലമെൻറ്റിനും ഇത് 2 കുഞ്ഞാപ്പുകളും ഈക്വൽ ടു എ ആണ്. ടോ ഓഫ് എ ഈക്വൽ ടു എ ആൻഡ് സിഗ്മ ഓഫ് എ ഈക്വൽ ടു എ ഫോർ ഓൾ എ ബിലോങ്സ് ടു എഫ്. എഫിലുള്ള എല്ലാ എക്കും ഇത് പോസിബിൾ ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിലുള്ള 2 എലമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ, അതായത് കോമ്പോസിഷൻ, ഇതിലുള്ള ഓപ്പറേഷന് ബിലോങ്സ് ഇതിലുണ്ട് എന്നും ഇൻവേഴ്സും ഐഡന്റിറ്റി ഉണ്ട് എന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം സിഗ്മ കോമ്പോസിഷൻ ടോ ഓഫ് എ ഈക്വൽ ടു എന്താ നോക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് ടോ ഓഫ് എ ആണ്. കാരണം ഇതിലത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കോമ്പോസിഷൻ ആണ് അല്ലേ, ഓപ്പറേഷൻ എന്ന് പറയുന്നത് കോമ്പോസിഷൻ ആണ്. അപ്പം സിഗ്മ ഓഫ് ടോ ഓഫ് എ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് ടോ ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ആണ്. അപ്പം സിഗ്മ ഓഫ് എ, സിഗ്മ ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ കോമ്പോസിഷൻ ടോ ഓഫ് എ ഈക്വൽ ടു, അല്ലെങ്കിൽ സിഗ്മ ടോ ഓഫ് എ ഈക്വൽ ടു എ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അതായത് സിഗ്മ ടോ ബിലോങ്സ് ടു എവിടെ ഉണ്ടായിരിക്കും, ജി ഓഫ് ഇ ഓവർ എഫിൽ ഉണ്ടായിരിക്കും. കാരണം സിഗ്മ ഒരു ഓട്ടോമോർഫിസ് ആണ്, ടോ ഒരു ഓട്ടോമോർഫിസ് ആണ്, അതിൻ്റെ കോമ്പോസിഷൻ എന്താണ്, വേറൊരു ഓട്ടോമോർഫിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓട്ടോമോർഫിസം ആണെന്ന് കിട്ടി, അതുപോലെ തന്നെ എഫ് ഫിക്സ് ചെയ്യുന്നുണ്ട് എന്നും കിട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് സബ് ഗ്രൂപ്പ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇൻവേഴ്സ് ഉണ്ട് എന്നും ഐഡന്റിറ്റി ഉണ്ട് എന്നും പ്രൂവ് ചെയ്താൽ മതി. 3 കാര്യങ്ങൾ മാത്രം പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സിഗ്മ, നമുക്കറിയാം സിഗ്മ ഓഫ് എ ഈക്വൽ ടു എന്താണ്, എ ആണ്. അങ്ങനെയാണ് എങ്കിൽ സിഗ്മ ഇൻവേഴ്സ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സിഗ്മ ഇൻവേഴ്സ് ഓഫ് എ. കാരണം എന്തുകൊണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, കാരണം എന്തുകൊണ്ട് 1 1 ആൻഡ് 1 2 ആണ്. ഓട്ടോമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് എൻ ഐസോമോർഫിസം അല്ലേ ഇൻടു ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ എൻ ഓട്ടോമോർഫിസം ആണ് 1 1 ആൻഡ് 1 2 ആയിട്ടുള്ള ഓട്ടോമോർഫിസ് ആണ്. ഒരു ഫീൽഡിൽ നിന്നും ആ ഫീൽഡിലേക്ക് തന്നെയുള്ള ഹോമോമോർഫിസം 1 1 1 2 ആയിട്ടുള്ള ഹോമോമോർഫിസത്തിനെയാണ് 1 1 1 2 ആയിട്ടുള്ള ഹോമോമോർഫിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോമോർഫിസം അല്ലെങ്കിൽ ഐസോമോർഫിസം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സിഗ്മ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കിട്ടുന്നുണ്ട്, ഫിക്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, സിഗ്മ ഇൻവേഴ്സും എപ്പോഴും എവിടെ ഉണ്ടായിരിക്കും, ജി ഓഫ് ഇ ഓവർ എഫിൽ ഉണ്ടായിരിക്കും. ഇനി ഐഡന്റിറ്റി മാപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇ ടു ഇ ആണ്. അതും ഒരു ഓട്ടോമോർഫിസമാണ്. ഇ ടു ഇ ആണ്, അതും ഒരു ഓട്ടോമോർഫിസമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഓഫ് ആൽഫ ഈക്വൽ ടു ആൽഫയാണ് ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ഇ ആണ്.
ദാറ്റ് മീൻസ് നമുക്കറിയാം ഐ ഓഫ് എ ഈക്വൽ ടു എ തന്നെയാണ്. therefore നമുക്ക് പറയാൻ പറ്റും ഐ എന്ന് പറയുന്ന കുഞ്ഞാപ്പം എവിടെ ഉണ്ടായിരിക്കും? ജി ഓഫ് ഇ ഓവർ എഫിൽ ഉണ്ടായിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും ജി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത് ഈസ് എ സബ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നമുക്കുള്ളത് അപ്പം ഇവിടെ എഫ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് അല്ലേ? ഫിക്സഡ് ബൈ എലമെന്റ് ഓഫ് ജി ഓഫ് ഇ ഓവർ എഫ് ആണ് ഡെഫിനിഷൻ പ്രകാരം. പിന്നെ ഈ ജി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സഫിക്സ് ജി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞാപ്പ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ elements of E fixed by fixed എന്നാണ് അല്ലേ? fixed by G of E over F. therefore നമുക്ക് പറയാൻ പറ്റും അതായത് എഫും ഫിക്സഡ് എലമെന്റ് ആണ് ഇ ഓവർ എഫിന്റെ. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ആണ് എന്ത്? ഇയിലുള്ള എലമെന്റ്സുകളാണ് ഫിക്സഡ് ബൈ ജി ഓഫ് ഇ ഓവർ എഫ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എഫ് ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഇ സഫിക്സ് സിഗ്മ ഓഫ് ജി ഓഫ് ഇ ഓവർ എഫ്. ഈ സഫിക്സ് ജി ഓഫ് ഇ ഓവർ എഫ്. അപ്പോൾ നമുക്ക് അതായി കഴിഞ്ഞു. ഇനി നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് അല്ലെങ്കിൽ ഗാൽവാസ് ഗ്രൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ജി ഓഫ് ഇ ഓവർ എഫ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ് ഡെഫിനിഷനാണ്. അതായത് ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ആണ് ലീവിങ് എഫ് ഫിക്സഡ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് എന്നും പറയാറുണ്ട്. ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് അങ്ങനെ പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ എന്ത്? അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഓൾ ഓട്ടോമോർഫിസത്തിനെയാണ് നമ്മൾ ഈ രീതിയിൽ പറയാറുള്ളത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഓട്ടോമോർഫിസം ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ എങ്ങനെ അല്ലെങ്കിൽ എക്സാമ്പിൾ find g of q of root 2 comma root 3 over q എങ്ങനെ കാണാം? ഇതിന്റെ മീനിങ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ഓവർ q of root 2 root 3 ഓവർ q ഫിക്സഡ് q അല്ലേ? q ഫിക്സഡ് അല്ലേ? ഓക്കെ, അതാണ് നമുക്ക് കാണേണ്ടത്. അതിനെ നമുക്ക് വേണ്ടി കൺസിഡർ ചെയ്യേണ്ടത് സൊല്യൂഷൻ സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമാണ്. ഇത് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് കോൺജുഗേഷൻ ഐസോമോർഫിസം ആണ് ഓട്ടോമോർഫിസം എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, കോൺജുഗേഷൻ ഐസോമോർഫിസം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ബേസിസ് ഫോർ ക്യൂ ഓഫ് റൂട്ട് 2 ഓവർ ക്യൂ എന്തായിരുന്നു നമുക്കറിയാം. എന്തായിരുന്നു ക്യൂ ഓഫ് റൂട്ട് 2 ഓവർ ക്യൂവിൻ്റെ ബേസിസ് എലമെന്റ്സ് എന്താണ്? എന്താ നമുക്കറിയാം? 1, റൂട്ട് 2 ആണ് അതിൻ്റെ ബേസിസ്. അതുപോലെ തന്നെ അടുത്തത് നമുക്കറിയാം ബേസിസ് ഫോർ ക്യൂ ഓഫ് റൂട്ട് 2, റൂട്ട് 3 ഓവർ ക്യൂ ഓഫ് റൂട്ട് 2. കാരണം റൂട്ട് 2ൽ ക്യൂ ഓഫ് റൂട്ട് 2ൽ റൂട്ട് 3 ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് 1, റൂട്ട് 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ബേസിസ് ഫോർ ക്യൂ ഓഫ് റൂട്ട് 2, റൂട്ട് 3 ഓവർ ക്യൂ ഈസ് എന്താണ്?
1 into 1 1, 1 into root 2 root 2, 1 into root 3 അല്ലേ, 1 into root 3 root 3, root 2 into root 3, root 2 into root 3, അല്ലെങ്കിൽ root 6 എന്ന് എഴുതാം, അല്ലെങ്കിൽ root 2 into root 3 എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കോൺജുഗേഷൻ കൺസിഡർ ദി conjugation isomorphism. 5 alpha minus alpha from എവിടേക്കാണ് minus alpha from q of root 2 comma root 3 to q of root 2 comma root 3 itself. ഇത് ഐസോമോർഫിസ് ആണ് കോൺജുഗേഷൻ. അപ്പം എന്താണ്, അതിൽ നിന്നും അതിലേക്ക് തന്നെ എന്ന് പറയുമ്പോൾ മാപ്പ് പറയുമ്പോൾ അത് വിച്ച് ഇസ് എൻ ഓട്ടോമോർഫിസം അല്ലേ. ഒരു ഫീൽഡിൽ നിന്ന് ആ ഫീൽഡിലേക്ക് തന്നെ എന്നാ പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ ഓട്ടോമോർഫിസം അല്ലേ. ഐസോമോർഫിസം എന്ന് പറയുന്നത് തന്നെയാണ് ഓട്ടോമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫ ബിലോങ്സ് ടു എവിടെ, ആൽഫ എവിടെ ഉള്ളതാണ്, റൂട്ട് 1 കോമ റൂട്ട് 2 കോമ റൂട്ട് 3 കോമ റൂട്ട് 6, അല്ലെങ്കിൽ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 സെയിം തന്നെയാണ്. റൂട്ട് 6 ഒരിക്കലും മാറരുത്, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഐസോമോർഫിസം എങ്ങനെയാണ് എന്നുള്ളതാണ് ഒന്ന്. ഞാനത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓട്ടോമോർഫിസം കൺസിഡർ ചെയ്യാൻ പോവാണ്. then we have I അല്ലെങ്കിൽ then automorphism ആർ ഒന്ന് ഐഡൻറ്റിറ്റി ആണ് അല്ലേ. ഐഡൻറ്റിറ്റി എന്ത് ചെയ്യും, ഉണ്ടായിരിക്കും അല്ലേ. ഐഡൻറ്റിറ്റി ഓട്ടോമോർഫിസം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി. അടുത്തത് സിഗ്മ 1 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കോൺജുഗേഷൻ ഐസോമോർഫിസം നമുക്കറിയാം. റൂട്ട് 2 മൈനസ് റൂട്ട് 2ലേക്കുള്ള ബേസിസ് എലമെൻറ്റ്സ്. ഒന്നാമത്തെ ഐഡൻറ്റിറ്റി റൂട്ട് 2 മൈനസ് റൂട്ട് 2 അല്ലേ, ഒന്നാമത്തത്. അതിൽ ഇനി ഇതിൽ ഈ ഐഡൻറ്റിറ്റിയിൽ ഫിക്സഡ് ഫീൽഡ് ഏതൊക്കെയാണ്, എല്ലാ എലിമെൻറ്റുകളും ഫിക്സഡ് ആണ്. കാരണം ഐ ഓഫ് ആൽഫ ഈക്വൽ ടു എന്താണ്, ആൽഫയാണ് ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ക്യൂ ഓഫ് റൂട്ട് 2 കോമ റൂട്ട് 3 അല്ലേ. അപ്പം ഇവിടെ ക്യൂ ഓഫ് റൂട്ട് 2 കോമ, കാരണം ഇങ്ങനെ എഴുതുന്നതാണ് നല്ല, വിവരിച്ച് എഴുതുന്നതിനെക്കാട്ടും നല്ല ഇങ്ങനെ എഴുതിയാൽ മതി. ക്യൂ ഓഫ് റൂട്ട് 2 കോമ റൂട്ട് 3, അതുപോലെ തന്നെ ക്യൂ ഓഫ് റൂട്ട് 2, ക്യൂ ഓഫ് റൂട്ട് 3, ക്യൂ ആർ ഫിക്സഡ് ഫീൽഡ്. ഇതെന്തായിരിക്കും, ഒക്കെ ഫിക്സഡ് ഫീൽഡാണ് ഐഡൻറ്റിറ്റിയിൽ അല്ലേ. അത് അവിടെ എത്തിയോ? ഓക്കെ, ഐഡൻറ്റിറ്റിയിൽ ഇതൊക്കെ ഫിക്സഡ് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ഫീൽഡാണ്. ഇനി അടുത്ത സിഗ്മ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ബേസിസ് എലമെൻറ്റ്സ് ഏതാന്ന് നോക്കുക, റൂട്ട് 3 ആണ്. ദാറ്റ് മീൻസ് അപ്പോൾ കോൺജുഗേഷൻ ഐസോമോർഫിസം സൈ സഫിക്സ് റൂട്ട് 3 കോമ മൈനസ് റൂട്ട് 3. അതിൽ ഫിക്സഡ് ആവുക ഏതൊക്കെയാണ്? ഓ ഐ എം സോറി, ഇവിടെ നമുക്കൊരു ഫാൾട്ട് പറ്റി. എന്താണ് ഫാൾട്ട്? ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? ലക്ഷ്മി, ഇത് ഐഡൻറ്റിറ്റിയുടെ ഫിക്സഡ് ഫീൽഡാണ് അല്ലേ. അല്ലേ? യെസ്. അത് നിങ്ങളാരും പറഞ്ഞില്ല. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ സൈ റൂട്ട് 2 കോമ മൈനസ് റൂട്ട് 2ൻ്റെ ഫിക്സഡ് ഫീൽഡ് ഏതൊക്കെ വരിക? ആരെങ്കിലും പറയാം? പേര് പറയേണ്ടി വരും അല്ലേ. മേഘക്കുഞ്ഞാപ്പോ അറിയോ? അറിയെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല, ഇടങ്ങാറാവണ്ട. മേഘക്കുഞ്ഞാപ്പോ, മേഘല്ലേ?
ലക്ഷ്മി കുഞ്ഞാപ്പൂനറിയോ? ഗസ് ചെയ്യാൻ അറിയോ? സൈ √2, -√2 അതിൻ്റെ ഫിക്സഡ് ഫീൽഡ്, മാറ്റമൊന്നുമില്ലാത്ത ഫീൽഡ്. അറിയോ? ഇല്ലെങ്കിൽ പ്രശ്നമില്ല കുഞ്ഞാപ്പൂ. ഓക്കെ, എങ്ങനെ നമ്മൾ കണ്ടെത്തും? ഇവിടെ നമുക്ക് അറിയുന്നത് Q(√2)ന്റെ സബ് ഫീൽഡുകൾ ഏതൊക്കെയാണ് നോക്കാം. √2, √3 ആണ് മാക്സിമൽ ആയിട്ടുള്ള ഫീൽഡ്. അതിൻ്റെ സബ് ഫീൽഡാണ് ഒരാൾ ആര്? Q(√2) ഒരു സബ് ഫീൽഡാണ്. വേറൊരു സബ് ഫീൽഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, Q(√3) ഉണ്ടാക്കാൻ പറ്റും. വേറൊരു സബ് ഫീൽഡ് ഉണ്ട്, ആരാണ്? ക്യൂവിൻ്റെ കോമൺ ആയിട്ട് Q. ഇത്രയും സബ് ഫീൽഡുകളാണ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള കാര്യം അല്ലേ? അപ്പോൾ ഞാൻ ഫസ്റ്റിലെ ഫിക്സഡ് ഫീൽഡ് എന്താണെന്ന് അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, സാരല്ല. അപ്പോൾ എങ്ങനെയാണ് ഫിക്സഡ് ഫീൽഡ് എന്ന് പറയുക എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ എലമെൻറ്റുകളെ നോക്കിയിട്ടാണ് ഫിക്സഡ് ഫീൽഡ് പറയുക. ഇവിടെ നോക്കുക, ഐഡൻറ്റിറ്റിയുടെ കാര്യത്തിൽ എല്ലാ കുഞ്ഞാപ്പുകളും എന്താണ്? ഫിക്സഡ് ഫീൽഡാണ്. ഫിക്സഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ മാപ്പ് അതിൽ നിന്ന് ഏതൊരു എലമെൻ്റ് എടുത്തിട്ട് മാപ്പിംഗ് ചെയ്താലും അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാവാതിരിക്കാൻ, അല്ലേ? മാറ്റം ഇല്ലാതിരിക്കുന്നതിനെയാണ് നമ്മൾ ഫിക്സഡ് എന്ന് പറയുന്നത്. അത് ഫിക്സ് ചെയ്ത് നിൽക്കും, അല്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഓക്കെ, അതേ മോഡലിൽ തന്നെ കോൺജുഗേഷൻ ഐസോമോർഫിസം അല്ലെങ്കിൽ സൈ സഫിക്സ് സിഗ്മ √2, -√2 ഇത് എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? √2നെ -√2 ആക്കും എന്നുള്ളതാണ് പ്രത്യേകത. √2നെ എന്ത് ചെയ്യും? -√2 ആക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏതിലൊക്കെ എഫക്റ്റ് ചെയ്യും? Q(√2)ലെ എലമെന്റ്സ് എങ്ങനെ? a+b√2 ആണ്. Q(√2)ലെ എലമെന്റ് എങ്ങനെ ഉണ്ടാവുക? a+b√2. അതുപോലെ തന്നെ √2 എവിടെയും വരുന്നുണ്ട്, Q(√2, √3ലും വരുന്നുണ്ട്. അപ്പോൾ അവിടത്തിലൊക്കെ എഫക്റ്റ് ചെയ്യും ആര്? സൈ സഫിക്സ് √2, √3. പക്ഷേ Q(√3ലും എഫക്റ്റ് ചെയ്യൂല, എവിടെയും എഫക്റ്റ് ചെയ്യില്ല, Qയിലും എഫക്റ്റ് ചെയ്യില്ല. കാരണം എന്തുകൊണ്ട്? √2 അവിടെ രണ്ട് സ്ഥലത്തും വരുന്നില്ല. അവിടെ രണ്ട് സ്ഥലത്തും വരുന്നില്ല. അപ്പം നമുക്ക് കിട്ടി Q(√2, Q എന്തായിരിക്കും? ഇവിടെ ഫിക്സഡ് ആണ്. ഓക്കെ, ഫിക്സഡ് ഫീൽഡ്. ഇനി ഇത് കായികപരമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എലമെൻ്റ് എടുക്കും, √2, -√2. എവിടെയുള്ള എലമെൻ്റ് എടുത്തു? ആദ്യം ഇതിലുള്ള എലമെൻ്റ് എടുക്കുക. ഇതിലുള്ള എലമെൻ്റ് ഏത് മോഡലാണ് ഉണ്ടാവുക? ഇവിടുത്തെ ബേസിസ് മോഡലാണ് ഉണ്ടാവുക. ബേസിസ് എങ്ങനെയാണ്? 1 കോമ്പിനേഷൻ, ലീനിയർ കോമ്പിനേഷൻ ആണ്. അതായത് a+b√2 c√3 d√6 അല്ലേ? ഇനി ഇത് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക a+b√2 ഉള്ളത് -√2 ആവണം. അപ്പം a+-b√2 c√3യിൽ എഫക്റ്റ് ചെയ്യൂല, c√3. പക്ഷേ √6 എന്ന് പറഞ്ഞാൽ √2 × √3 ആണ്. അപ്പം ആ √2 എന്നുള്ളത് -√2 ആവും. അപ്പോൾ ഇവിടെ -d√6 എന്ന് വരും. അപ്പോൾ ഇവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫിക്സഡ് ഫീൽഡ് അല്ല, കാരണം നമുക്ക് അവരെ എഫക്റ്റും ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പം ഇനി നമുക്ക് ഇതിൽ അടുത്ത ഏതെങ്കിലും ഫീൽഡിൽ നോക്കാം. Q(√3)യിലത്തെ നോക്കാം. അതിലത്തെ എലമെൻ്റ് ഉണ്ടാവുക 1, √3 ആണ് അവിടുത്തെ ബേസിസ്. അതായത് a+b√3 മോഡലാണ് അതിലത്തെ എലമെൻറ്റുകൾ ഉണ്ടാവുക. അപ്പോൾ a+b√3 എന്ന് പറഞ്ഞാൽ എന്നെ എഫക്റ്റ് ചെയ്യില്ല, √2നെ -√2 ആക്കും എന്നുള്ളതാണ്. ഇവിടെ √3 ആണ്, അതുകൊണ്ട് b√3. അപ്പോൾ ഇവിടെ ഉള്ള എലമെൻ്റ് എടുത്താൽ അത് തന്നെ കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയുന്നത്? Q(√2) എന്ന് പറയുന്നത് ഫിക്സഡ് ഫീൽഡാണ് എന്ന് കിട്ടി. അതായത് Q
ക്യൂ ഓഫ് റൂട്ട് 3 എന്ന് പറയുന്നത് സിഗ്മ 1. സിഗ്മ 1 ആരാണ്? സൈ സഫിക്സ് റൂട്ട് 2 കോമ മൈനസ് റൂട്ട് 2ന്റെ ഫിക്സഡ് ഫീൽഡാണ് എന്ന് കിട്ടി. ഇനി ക്യൂവിലുള്ള എലമെന്റ് എങ്ങനെയാണ് ഉണ്ടാവുക? എ എന്ന് പറയുന്ന എലമെന്റാണ് ഉണ്ടാവുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എ തന്നെ. കാരണം ഇവിടെ റൂട്ട് 2 കോമ മൈനസ് റൂട്ട് 2ലാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം എ തന്നെ. ഫോർ ഓൾ എ ബിലോങ്സ് ടു ക്യൂ. അപ്പോൾ ക്യൂവും ഫിക്സഡ് ആണ് എന്ന് കിട്ടി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അരുണിമ പ്രഭു ഇല്ലേ? പ്രഭു അരുണിമല്ലേ? ഇല്ല. ആയിഷാരി ഉണ്ടോ? എന്നാലേ സൈ സഫിക്സ് റൂട്ട് 3 കോമ മൈനസ് റൂട്ട് 3ന്റെ ഫിക്സഡ് ഫീൽഡ് ഒന്ന് പറയാൻ പറ്റുമോ? ക്യൂ ഓഫ് റൂട്ട് 2 ക്യൂ ആയിരിക്കും. ഇത് രണ്ടുമാണ് ഇതിലത്തെ ഫിക്സഡ് ഫീൽഡ് വരിക. ഓക്കെ. ഇനി മൂന്നാമത്തെ അല്ലെങ്കിൽ ഇതിൽ 4ാമത്തെ സിഗ്മ 3 എന്ന് പറയുന്ന കുഞ്ഞാപ്പ് ആരാ എന്ന് വെച്ചാൽ ഇതിൻ്റെ കോമ്പിനേഷൻ ആവരുക, അതായത് കോൺജുഗേഷൻ. അപ്പം എന്തെന്നാ വരിക? അപ്പം സൈ സഫിക്സ് റൂട്ട് 2 കോമ മൈനസ് റൂട്ട് 2 കോമ്പിനേഷൻ അല്ല, സോറി കോമ്പോസിഷൻ അല്ലേ? കോമ്പോസിഷൻ സൈ റൂട്ട് 3 മൈനസ് റൂട്ട് 3 ഇൻറ്റു എന്നുള്ള രീതിയിലും എഴുതാറുണ്ട്. അതാണ് നമ്മളുടെ മൈനസ് റൂട്ട് 6. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് റൂട്ട് 2നെ മൈനസ് റൂട്ട് 2 ആക്കും, അതുപോലെ റൂട്ട് 3നെ മൈനസ് റൂട്ട് 3യും ആക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റൂട്ട് 2നെ മൈനസ് റൂട്ട് 2 ആക്കും, റൂട്ട് 3നെ മൈനസ് റൂട്ട് 3യും ആക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എന്താണ് ഇതിൻ്റെ ഫിക്സഡ് ഫീൽഡ് ഉണ്ടാവുക? ഹലോ 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 കേൾക്കുന്നുണ്ടോ? നേരത്തെ കേട്ടിരുന്നോ? നല്ല റേഞ്ച് പ്രോബ്ലം ഉണ്ട്. ഹലോ അപ്പോൾ റേഞ്ച് പ്രോബ്ലം നല്ലോണം ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ സാലിഹ ഉണ്ടോ? കണ്ടിന്യൂ. ഈ ലാസ്റ്റത്തെ പറയാൻ കഴിയോ? ഫിക്സഡ് ഫീൽഡ് ക്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. എന്തുകൊണ്ട് വെച്ചാൽ ഇവിടെ ഉള്ള ഫീൽഡുകൾ നോക്കുക. എക്സ്റ്റൻഷൻ ഫീൽഡുകൾ ക്യൂ ഓഫ് റൂട്ട് 2 കോമ റൂട്ട് 3യും ക്യൂ ഓഫ് റൂട്ട് 2 റൂട്ട് 3 ക്യൂ ആണ് ഇതിലത്തെ ഫീൽഡുകൾ വരുന്നുള്ളത്, ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഫീൽഡുകൾ. അപ്പം റൂട്ട് 2നെ മൈനസ് റൂട്ട് 2 ആക്കും. അപ്പോൾ ക്യൂ ഓഫ് റൂട്ട് 2 ഫിക്സഡ് അല്ല. റൂട്ട് 3നെ മൈനസ് റൂട്ട് 3യും ആക്കും. അപ്പം ക്യൂ ഓഫ് റൂട്ട് 3യും ഫിക്സഡ് അല്ല എന്ന് കിട്ടി. അതുപോലെ തന്നെ റൂട്ട് 2 കോമ റൂട്ട് 3നെയും ഇതും രണ്ടും എഫക്റ്റ് ചെയ്യും. അപ്പം ഇവിടെ ക്യൂവിൽ എഫക്റ്റ് ചെയ്യില്ല. കാരണം എന്തുകൊണ്ട്? ക്യൂവിൽ റൂട്ട് 3യും ഇല്ല, റൂട്ട് 2വും ഇല്ല. സോ ക്യൂ ഫിക്സഡ് ആണ്. ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മെത്തേഡ്, ഫിക്സഡ് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്സിന്. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഏറ്റവും നല്ലത് എഴുതാൻ. അല്ലെങ്കിൽ വലിച്ച് വാരി എഴുതാം. അത് അത്ര, കാരണം എക്സാമിന് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും, ടൈം നമുക്ക് അത്രയും വേസ്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ 4 കുഞ്ഞാപ്പുകളെ ആണ്
ജി ഓഫ് ക്യൂ ഓഫ് റൂട്ട് 2 ഓവർ ക്യൂ എന്ന് റൂട്ട് 2 റൂട്ട് 3 ഓവർ ക്യൂ എന്നാണ് നമുക്ക് അതിന് സമർത്ഥിക്കേണ്ടത്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ക്യൂ ഇതിൽ ഫിക്സഡ് ആണ്, ഇവിടെയും ക്യൂ ഫിക്സഡ് ആണ്, ഇവിടെയും ക്യൂ ഫിക്സഡ് ആണ്, ഇതിലും ക്യൂ ഫിക്സഡ് ആണ്. അപ്പോൾ 4ലും ക്യൂ ഫിക്സഡ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്രൂപ്പാണ് എന്ന് പ്രൂവ് ചെയ്താൽ നമ്മളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അതിന് നമ്മൾ ഏറ്റവും എളുപ്പം ടേബിൾ വരയ്ക്കലാണ്. ഓക്കെ, വി ഹാവ് ടേബിൾ വരച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ല പരിപാടി. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതിൽ വരുന്ന എലമെൻറ്റ് ഒന്നായി സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3, സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 അല്ലേ? ഓക്കെ, മൂന്നാമത്തേൻ്റെ ആവശ്യമില്ലായിരുന്നല്ലേ? സാറില്ല. സോറി, ഇവിടെ ഒന്ന് വിട്ടുപോയി അല്ലേ? ഒന്ന് ഐ സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3. ഇത് കോമ്പോസിഷൻ ഫങ്ഷൻ അല്ലേ? അപ്പം ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ കോമ്പോസിഷൻ ഐ എന്ന് പറഞ്ഞാൽ ഐ എന്നാണ്. ഐ ഇൻറ്റു സിഗ്മ 1 എന്ന് പറഞ്ഞാൽ ഓട്ടോമോർഫിസമാണ്. ഐ ഓഫ് ഐഡൻറ്റിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ സിഗ്മ 1 എന്നാണ് വരിക. സിഗ്മ 2 വരും, ഇത് സിഗ്മ 3 വരും. അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പോസിഷൻ എടുത്താൽ സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3. ഇനി സിഗ്മ 1 സിഗ്മ 1 സിഗ്മ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 5 റൂട്ട് 2 മൈനസ് റൂട്ട് 2, 5 റൂട്ട് 2 മൈനസ് റൂട്ട് 2. ഇതാണ് എ പ്ലസ് ബി റൂട്ട് 2 ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക നോക്കുക. നമുക്ക് എ പ്ലസ് ബി എന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ഐഡൻറ്റിറ്റി ആണ് എന്ന് പറയാൻ പറ്റും. അപ്പം ഇതിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക? ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സായ് റൂട്ട് 2 മൈനസ് റൂട്ട് 2. ഈ കുഞ്ഞാപ്പുവിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ബി റൂട്ട് 2 എന്താവും? മാറും, എ മൈനസ് ബി റൂട്ട് 2 വരും. ഇനി ഇതിനെ പിന്നെയും ചെയ്യണം. റൂട്ട് 2നെ പിന്നെയും മൈനസ് റൂട്ട് 2 കഴിയുമ്പോൾ നമ്മൾ മൈനസ് മൈനസ് എന്ത് ചെയ്യും? പ്ലസ് ആവും. അപ്പോൾ എ പ്ലസ് ബി റൂട്ട് 2 ആയി. ദാറ്റ് മീൻസ് നമുക്ക് എന്താ കിട്ടുന്നത്? ഇതിൻ്റെ കോമ്പിനേഷൻ എടുക്കുമ്പോൾ, അതായത് സിഗ്മ 1 സിഗ്മ 1 എന്നെടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഓഫ് എ പ്ലസ് ബി റൂട്ട് 2 ഈക്വൽ ടു എ പ്ലസ് ബി റൂട്ട് 2 തന്നെയാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? ഐഡൻറ്റിറ്റി അല്ലേ? ഐഡൻറ്റിറ്റി പോസിബിൾ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിറ്റി ആണ് എന്ന് കിട്ടി. സെയിം വേ അതുപോലെ തന്നെ സിഗ്മ 2 സിഗ്മ 2 സിഗ്മ 2 ഇതാ ഈ ഡയഗണൽസ് സിഗ്മ 2 സിഗ്മ 2 എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈ റൂട്ട് 2 മൈനസ് റൂട്ട് 2 സോറി റൂട്ട് 3 ആണ് അല്ലേ? സൈ റൂട്ട് 3 മൈനസ് റൂട്ട് 3 അല്ലേ? ഓഫ് എ പ്ലസ് ബി റൂട്ട് 3. കാരണം അതിനെയാണ് എഫക്റ്റ് ചെയ്യുക, ബാക്കിയുള്ളതിനൊന്നും എഫക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ എഴുതാത്തത് കേട്ടോ. അപ്പം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഒന്നുകൂടിയും വരികയല്ലോ, കോമ്പിനേഷൻ ആണല്ലോ അല്ലേ? മൈനസ് റൂട്ട് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് സൈ റൂട്ട് 3 മൈനസ് റൂട്ട് 3 ഓഫ് എന്താണ് വരിക? എ മൈനസ് ബി റൂട്ട് 3. പിന്നെ റൂട്ട് 3ക്ക് മൈനസ് കൊടുക്കണോ? മൈനസ് മൈനസ് പ്ലസ് വരും. അപ്പോൾ നമുക്ക് എന്താക്കുന്നത്? എ പ്ലസ് ബി റൂട്ട് 3. അതിൻ്റെ മീനിങ് ഇതും ഐഡൻറ്റിറ്റി ആണ്. അതുപോലെ തന്നെ സെയിം വേ തന്നെ സിഗ്മ 3 വരുമ്പോൾ അവിടെ മൈനസ് റൂട്ട് 2 മൈനസ് റൂട്ട് 3യും പിന്നെയും മൈനസ് റൂട്ട് 2 മൈനസ് റൂട്ട് 3 അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് മൈനസ് പിന്നെയും പ്ലസ് ആയി മാറും. അപ്പോൾ നമുക്ക് അവിടെ ഐഡൻറ്റിറ്റി ആണ് കിട്ടുക. ഓക്കെ,
ഇനിയുള്ളത് സിഗ്മ 2 സിഗ്മ 1 എന്താണ് നോക്കാം. സിഗ്മ 2 സിഗ്മ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണത്? കോൺജുഗേഷൻ ഐസോമോർഫിസം. സിഗ്മ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √3 മൈനസ് √3 കോമ്പോസിഷൻ എന്താണ്? √2 മൈനസ് √2 ആണ്. ഈ കുഞ്ഞാപ്പ് എന്ന് പറഞ്ഞാൽ ആരെന്നാണ്? മൈനസ് √2 മൈനസ് √2 കോമ്പോസിഷൻ √3 മൈനസ് √3 തന്നെയാണ്. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ, കാരണം ഐസോമോർഫിസം. അപ്പോൾ ഇത് തന്നെയാണ്. ഈ കുഞ്ഞാപ്പ് ആരാ നമുക്കറിയാം? സിഗ്മ 3 ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സിഗ്മ 2 സിഗ്മ 1 എന്ന് പറഞ്ഞാൽ സിഗ്മ 3. അതുപോലെ തന്നെ സിഗ്മ 1 സിഗ്മ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെന്നാ കിട്ടുന്നത്? സൈ √2 മൈനസ് √2 കോമ അല്ലെങ്കിൽ കോമ്പോസിഷൻ √3 മൈനസ് √3 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുക സിഗ്മ 2 സിഗ്മ 1 സിഗ്മ 2 എന്ന് പറഞ്ഞാൽ സിഗ്മ 3 തന്നെയാണ് കിട്ടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, സിഗ്മ 2 സിഗ്മ 1 എന്ന് പറഞ്ഞാൽ സിഗ്മ 3 ആണ് കിട്ടുക. ഇനി അടുത്തത്, ഇനി നമുക്ക് നോക്കാനുള്ളത് സിഗ്മ നോക്കേണ്ടത് ഇവിടെ സിഗ്മ 1 സിഗ്മ 3 സിഗ്മ 1 സിഗ്മ 3 അങ്ങനെ പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ 1 എന്താണ്? ഫൈവ് √2 കോമ മൈനസ് √2. സിഗ്മ 3 എന്ന് പറഞ്ഞാൽ സൈ √2 കോമ മൈനസ് √2 സൈ √3 കോമ മൈനസ് √3. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് സിഗ്മ 1 ഇത് സിഗ്മ 1 ആണ്. അപ്പം എന്താണ്? സിഗ്മ 1 സിഗ്മ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി ആയി മാറും. അപ്പോൾ ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇതാരാണ്? സിഗ്മ 2. അപ്പോൾ നമുക്കിത് സിഗ്മ 2 ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇതെന്താണ്? സിഗ്മ 2. സെയിം വേ തന്നെ എന്ത് കിട്ടും? സിഗ്മ 3 സിഗ്മ 1 എന്ന് പറയുമ്പോൾ സെയിം കൺസെപ്റ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ 2. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കൺഫ്യൂഷനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ആയിഷ ഷെറീൻ, ഓക്കെ. അമിത ഉണ്ടോ? ഓക്കെ ആണല്ലോ. ലക്ഷ്മിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എല്ലാവരും ഓക്കെ ആണെന്നോ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ ഐഡിയയും കിട്ടി. ഇനി ഒരു കുഞ്ഞാപ്പൂടി കിട്ടാണ്ട്, അതായത് സിഗ്മ 3 സിഗ്മ 2. അപ്പോൾ സിഗ്മ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സൈ സഫിക്സ് √2 മൈനസ് √2 സൈ സഫിക്സ് √3 മൈനസ് √3 ആണ്. അതിലേക്ക് ഇനി ആരെയും കൂടി കൂട്ടണം? ഏത് കുഞ്ഞാപ്പൂവിനെയും കൂടി കൂട്ടണം? സിഗ്മ 2 അപ്ലൈ ചെയ്താൽ സിഗ്മ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈ സഫിക്സ് √3 മൈനസ് √3 ആണ്. നമുക്കറിയാം സൈ സഫിക്സ് √3, അതായത് ഇത് സിഗ്മ 2 ആണ്, ഇതും സിഗ്മ 2 ആണ്. അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I ആണ്. അപ്പോൾ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? സൈ സഫിക്സ് √2 മൈനസ് √2. അത് ആരാണ് സത്യത്തിൽ? സിഗ്മ 1. അപ്പോൾ നമുക്ക് സിഗ്മ 3 സിഗ്മ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ 1. അതുപോലെ സിഗ്മ 2 സിഗ്മ 3 എന്ന് പറഞ്ഞാലും സിഗ്മ 1. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ഈ കുഞ്ഞാപ്പ് ഇല്ലെങ്കിൽ ഈ ടേബിൾ പൂർത്തിയായി. ഈ ഓപ്പറേഷൻ ക്ലോസ്ഡ് അണ്ടർ പ്രോസസ്സാണ്. അതുപോലെ തന്നെ ക്ലോസ്ഡ് അണ്ടർ ദി ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ അണ്ടർ ദി സെറ്റാണ്. കാരണം ഇതിലുള്ള എലമെൻറ്റുകളാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട് എന്ന് കിട്ടി. വേറൊന്നുണ്ട്, ഇൻവേഴ്സ് ഓഫ് ഓരോന്നിൻ്റെ ഇൻവേഴ്സ് ഇറ്റ്സെൽഫ് എന്നാണ്. അതായത് സിഗ്മ 1 ഓഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നോക്കാം. നമുക്ക് ഏതാണോ ഐഡൻറ്റിറ്റി കിട്ടുന്നത് അതാണ് ഇൻവേഴ്സ്. സിഗ്മ 1
സിഗ്മ 1 ആണ് ഐഡന്റിറ്റി കിട്ടുന്നത്, അതുകൊണ്ട് സിഗ്മ 1. അതുപോലെ തന്നെ സിഗ്മ 2 ആണ് ഐഡന്റിറ്റി കിട്ടുന്നത്. സിഗ്മ 3 ആണ് ഐഡന്റിറ്റി കിട്ടുന്നത്. അതായത് ഓപ്പറേഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് സിഗ്മ 1 ഇൻവേഴ്സ് ഈക്വൽ ടു തന്നെയാണ് സിഗ്മ 1ഉം സിഗ്മ 2ൻ്റെ ഇൻവേഴ്സും തന്നെയാണ് സിഗ്മ 2ഉം അതുപോലെ തന്നെ സിഗ്മ 3ൻ്റെ ഇൻവേഴ്സും തന്നെയാണ് സിഗ്മ 3യും ഐഡന്റിറ്റിയുടെ ഇൻവേഴ്സ് ഐഡന്റിറ്റിയുമാണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. സോ എന്താണ് ഈ സെറ്റ് 1, സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. ഈസ് എ ഗ്രൂപ്പ് വിത്ത് ക്യൂ ഫിക്സഡ് അല്ലേ, ക്യൂ ഫിക്സഡ് ആണ്. സോ നമുക്ക് പറയാൻ പറ്റും എന്ത് Q of √2, √3 ഓവർ അല്ലെങ്കിൽ Q ഫിക്സഡ് അല്ലെങ്കിൽ ഓവർ Q ഈക്വൽ ടു 1, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 വേർ സിഗ്മ I ഈക്വൽ ടു ഐഡൻറ്റിറ്റി സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺജുഗേഷൻ ഐസോമോർഫിസം സൈ സഫിക്സ് √2, √2 മൈനസ് √2 ഇത് സൈ സഫിക്സ് √3, മൈനസ് √3 ഇത് അതിൻ്റെ രണ്ടിൻ്റെ കോമ്പോസിഷനും അല്ലെങ്കിൽ കോമ്പിനേഷനും അല്ലേ. ഇങ്ങനെ 4 എലമെൻറ്റുകളാണുള്ളത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓർഡർ ഓഫ് Q of √2, √3 ഓവർ Q എന്ന് പറയുന്ന കുഞ്ഞാപ്പു ഈക്വൽ ടു 4. അപ്പോൾ ബേസിസ് എലമെൻസും ഇതുമായിട്ടുണ്ടോ ഒരു ബന്ധമുണ്ട് എന്ന് കിട്ടി. ഇത് നമ്മൾ പിന്നീട് പഠിക്കും. ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് Q of ഏതായിരുന്നു ക്വസ്റ്റ്യൻ? Q of √5, അയട്ട ഓവർ Q കാണാനാണ്. നമ്മൾ എങ്ങനെ ചെയ്യും? ഞാനിത് ജസ്റ്റ് പറഞ്ഞുതരികയുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യണം. അതായത് നമുക്കറിയാം ബേസിസ് 1ഉം അയട്ടയും ഏതിൻ്റെ ബേസിസ് ആണ് നമുക്കറിയാം? Q of അയട്ട ഓവർ Qൻ്റെ ബേസിസ് ആണ് എന്നറിയാം. അതുപോലെ തന്നെ 1ഉം √5ഉം ഏതിൻ്റെ ബേസിസ് ആണ്? Q of √5, അയട്ട ഓവർ Q of അയട്ട. അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ തിരിഞ്ഞണ്ടും പറയുന്നത് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ കാരണം എന്തുകൊണ്ട് അയട്ട ഒരിക്കലും അല്ലെങ്കിൽ √5 ഒരിക്കലും Q of അയട്ടയിൽ ഉണ്ടാവില്ല. അതിലത്തെ എലമെൻ്റ് എങ്ങനെയാണ്? A+B അയട്ട മോഡലിലുള്ള എലമെൻ്റാണ്. എയും ബിയും ക്യൂവിലുള്ള എലമെൻ്റാണ് അല്ലേ. അതുപോലെ Q of √5 എലമെൻ്റ് എന്ന് പറഞ്ഞാൽ A+B √5 മോഡലിലുള്ള എലമെൻറ്റുകളാണ്. ഓക്കെ, ഇനി ബേസിസ് എലമെൻറ്റ്സ് ആണ് ഏതിൻ്റെ? 1 1 √5, 1 അയട്ട പിന്നെന്താണ് √5 അയട്ട എന്ന് പറഞ്ഞാൽ √5 അയട്ട. ഇങ്ങനെയാണ് നമുക്ക് അടുത്ത കിട്ടുക. ഇതിൻ്റെ ബേസിസ് ആണ് Q of √5, അയട്ട ഓവർ Q. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോൺജുഗേഷൻ ഐസോമോർഫിസം ഐഡൻറ്റിറ്റി മാപ്പ് ഇതിൽ Q of √5, ഇതിന് എത്ര സബ് ഫീൽഡുകൾ ഉണ്ട് നോക്കാം. Q of √5 ഉണ്ടാവും. ഇത് തന്നെ ഒരു സബ് ഫീൽഡാണ്. അതിൻ്റെ പുറമെ Q of √5, Q of അയട്ട അതുപോലെ തന്നെ Q, ഈ 4 ആളുകളുണ്ടാവും. അപ്പം അയട്ട എന്ന് അല്ലെങ്കിൽ I എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാപ്പാണ്. അപ്പോൾ അതിൻ്റെ ഫിക്സഡ് ഫീൽഡുകൾ ഈ 4 എണ്ണം വരും. പിന്നെ അടുത്തത് വരുന്നത് ആരാണ്? കോൺജുഗേഷൻ ഐസോമോർഫിസം അയട്ട മൈനസ് അയട്ട അല്ലേ. അതിനെ നമ്മൾ സിഗ്മ 1 കൊടുക്കുക. അതുപോലെ തന്നെ സിഗ്മ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺജുഗേഷൻ ഐസോമോർഫിസം അടുത്ത ബേസിസ് ഏതാണ്? √5 ആണ്. അപ്പോൾ √5 മൈനസ് √5 അതിനടുത്ത കോൺജുഗേഷൻ. അതിൽ ഏതാണ് ഫിക്സഡ് ആവുക എന്നുള്ളത് പറയണ്ടല്ലോ. അയട്ടൻ്റെ കേസിൽ അയട്ടുള്ള ഒന്നും ഫിക്സഡ് ആവില്ല. അപ്പോൾ ആരൊക്കെയാണ്? Q of √5ഉം Q മാത്രമേ ഫിക്സഡ് ആവുള്ളൂ. ഇതിൻ്റെ √5 വരുന്നിടത്ത് നമ്മൾ ആരാണ് ഫിക്സ് ആവുക? അയട്ടയും Q of അയട്ടയും Q മാത്രമേ ഫിക്സഡ് ആവുള്ളൂ അല്ലേ.
അതുപോലെ തന്നെ പിന്നെ അടുത്തത് σ3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ σ1 σ2 ആണ്. അതായത് ഇതിൻ്റെ കോമ്പോസിഷനാണ്. അതിൽ 2 കുഞ്ഞാപ്പുകളും വരില്ല അല്ലേ, കാരണം √5 ആയിട്ടാണ് അവിടുത്തെ ബേസിസ് കൺസെപ്റ്റ്സ് സത്യത്തിൽ വരിക. പക്ഷേ അത് നമ്മൾ ഈ രീതിയിലാണ് എഴുതുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇതിൽ നിന്ന് ഫിക്സഡ് ആവുക ഏതാണ്, അതായത് √5ഉം ആയിട്ടും വരാത്ത എലമെന്റ് ഏതാണ്, എങ്ങനെയാണ്, ഏതിലുള്ള ആളാണോ ആ ഫീൽഡാണ് വരിക. ആ ക്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്യൂ മാത്രം, ടോട്ടലി ഇതിൽ എല്ലാതും ക്യൂ ഫിക്സഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടേബിൾ നിങ്ങൾ ചെയ്യുക. ടേബിൾ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പറേഷൻ ശ്രദ്ധിക്കുക. ഓപ്പറേഷൻ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഗ്രൂപ്പാണെന്ന് പറയും. ഓക്കെ, എന്താണ് വിശേഷം പറഞ്ഞോളൂ. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? സാലിഹ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പിന്നെ ഓവർ നിങ്ങളെ ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് നിൽക്കാം. പിന്നെ ഇതിൽ നോക്കി നിൽക്കുന്നതിന് കണ്ണിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. എന്നിട്ടാണ് ഞാൻ ഒന്ന് തിരക്ക് കൂട്ടിയത്. ഐ എം സോറി. പിന്നെ അപ്പം ആരാ ഉള്ളത്? വേറെയുള്ള കുഞ്ഞാപ്പുകളൊന്നും ഇല്ലല്ലേ? ആകെ കുറഞ്ഞ ആളെ ഉള്ളല്ലേ? ഓക്കെ, എന്നാൽ ശരി, നമുക്ക്